തിരുവനന്തപുരം കോവളത്ത് വിദേശ വനിതയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ യോഗാധ്യാപകനെതിരെ കേസെടുത്ത് പോലീസ്. അർജന്റീന സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തത്. വിഴിഞ്ഞം ടൗൺഷിപ്പ് സ്വദേശിയായ പ്രതി ഒളിവിലാണ്. MG പ്രതീഷ് നൽകും വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ലോകത്തിന് മുന്നിൽ കേരളം ടൂറിസത്തെ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങോട്ടേക്കെത്തുന്ന വിദേശികൾക്ക് നേരെ നടക്കുന്ന ഇത്തരം അതിക്രമം ലോക ഭൂപടത്തിൽ തന്നെ നമ്മളെ തലകുനിപ്പിക്കുന്നതാണ്. എന്നാണ് ഈ സംഭവം നടന്നത്? ഈ പരാതിക്കാരി ഇപ്പോഴും കേരളത്തിൽ തുടരുകയാണോ? ഗൂഗിൾ തീർച്ചയായും, കാരണം അത്യന്തം നാണിപ്പിക്കുന്ന സംഭവം തന്നെയാണ് തിരുവനന്തപുരം കോവളത്ത് അരങ്ങേറിയത്. ഇക്കഴിഞ്ഞ 30-നാണ് വിദേശ വനിതയ്ക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായത്. ലൈംഗികമായി തന്നെ ഉപദ്രവിച്ചു എന്നതാണ് വിദേശ വനിതയുടെ പരാതി. അർജന്റീന സ്വദേശിനിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വിഴിഞ്ഞം സ്വദേശിയായ യോഗ സെന്റർ അധ്യാപകനെതിരെയാണ് വിദേശ വനിത നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. പരാതിക്ക് പിന്നാലെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഈ പ്രതി ഒളിവിൽ പോയി എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ വിദേശ വനിതയുടെ പരാതിയിൽ നിലവിൽ ഈ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി എന്നതാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ വിദേശത്ത് നിന്ന് കുറച്ചു നാൾ മുമ്പാണ് ഈ കേരളത്തിലേക്ക് അർജന്റീന സ്വദേശിയായ യുവതി എത്തിയത്. തുടർന്ന് ഈ കോവളത്തെത്തുകയും അവിടെ കോവളം ലൈറ്റ് ഹൗസിന് സമീപം എത്തുമ്പോഴായിരുന്നു ഈ പ്രതിയിൽ നിന്ന് അത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി. പക്ഷേ അപ്പോഴേക്കും ഈ പ്രതി കടന്നു കളഞ്ഞു എന്നതാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എത്രയും വേഗം ഈ പ്രതിയെ പിടികൂടുമെന്നതാണ് നിലവിൽ പോലീസ് അറിയിക്കുന്നത്. ഗോകുൽ, ശരി. ഏതായാലും കേരളീയരെ ആകെ നാണം കെടുത്തുന്ന നടപടിയാണ് ആ യോഗ പരിശീലകന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അർജന്റീന സ്വദേശിനിയായ വിനോദസഞ്ചാരിയാണ് ലൈംഗികാതിക്രമ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും ആ യോഗ പരിശീലകനായ കോവളം ടൗൺഷിപ്പ് സ്വദേശി, വിഴിഞ്ഞം ടൗൺഷിപ്പ് സ്വദേശി ഇപ്പോൾ ഒളിവിലാണ്. അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് പോലീസ്.